അസ്സലാമലൈക്കും മക്കളെ, എന്തൊക്കെ വിശേഷങ്ങൾ? സുഖമല്ലേ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കണം. മഴയാണ്, സൂക്ഷിക്കുക. ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നൊന്നും ഇങ്ങനെ വീഡിയോ ഇട്ടിട്ടില്ല. കാരണം എന്താ വെച്ചെങ്കിൽ കുറച്ച് തുന്നാനുണ്ട്. അപ്പം ഇന്ന് ഏതായാലും തുന്നലും നിങ്ങളോടൊരു വീഡിയോ ഇടലും വിശേഷം ചോദിച്ചൊരു വീഡിയോ ഇടലും കൂടി ആകാമെന്ന് കരുതിക്കുകയാണ്. പിന്നെ എന്തൊക്കെയാണ് ജോലികളൊക്കെ എല്ലാവർക്കും നടക്കണുണ്ടോ? നമുക്ക് കുറേ ഫ്രണ്ട്സുകളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാരണം ഗൾഫിൽ നിന്നുള്ളവരൊക്കെ കുറേ ആൾക്കാരെ നമുക്ക് ലൈവ് കൂടി ആയിട്ടും അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, മക്കളായിട്ട് സഹോദരങ്ങളായിട്ട് അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. സന്തോഷം. പിന്നെ എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കണം. എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നവരാണെന്ന് പറഞ്ഞു, ലൈവിൽ വരുന്നവരാണ്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. അപ്പം ഇങ്ങനെ ഒരു വീഡിയോ കൂടി കണ്ട് ഇടാം എന്ന് വിചാരിച്ചു. നല്ല മഴയാണ് മക്കളെ, നല്ല മഴ വെച്ചാൽ നല്ല മഴ. നാലഞ്ച് ദിവസമായി മഴ നിൽക്കാതെ പെയ്യാൻ തുടങ്ങിയിട്ട്. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരത്ത് പോയി വന്നപ്പോൾ ശരിക്കും തുടങ്ങിയ മഴയാണ്. പിന്നെ ഇതുവരെ ആ മഴ നിന്നിട്ടില്ല. പിന്നെ ഇപ്പോൾ വീഡിയോ തന്നെ ഇടാൻ നിൽക്കുകയെന്ന് വെച്ചാൽ അതും നടക്കില്ല. എന്താ വെച്ചെങ്കിൽ നമ്മളെ ജീവിതമാർഗ്ഗതല്ലേ. അപ്പോൾ നമുക്ക് ഇതും കൂടി വേണമല്ലോ ഒപ്പം കൊണ്ടുപോവുക. അപ്പോൾ അതുകൊണ്ട് ഇതുമ്മ ഇരുന്നും കൊണ്ട് തന്നെ ഇന്നൊരു വീഡിയോ ആണ് ചെയ്യുക എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇതുമ്മ ഇരുന്ന് വീഡിയോ ചെയ്തപ്പോഴേ ഏതോ ഒരു കുട്ടി പറഞ്ഞു എന്നോട്, താത്ത കയ്യിൻ്റെ മുട്ടൊക്കെ കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുൻപ് കൂട്ടി തന്നെ അതിൻ്റെയൊക്കെ എല്ലാ സജ്ജീകരണങ്ങളോട് കൂടിയാണ് വന്നിരുന്നിരിക്കുന്നത്. നമ്മൾ ലൈവിലൊക്കെ ഇരിക്കുന്ന സാധാരണ വീഡിയോ ചെയ്യണ മാതിരി തന്നെ ഒന്ന് മെഷീനിലിരുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എന്നാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. കാരണം ഒക്കെ എൻ്റെ കൂടപ്പറപ്പിയങ്ങളും എന്നെ അമ്മാന്ന് വിളിക്കണവരും ഒക്കെയാണ് ഇപ്പോൾ കൂടുതൽ. അപ്പോൾ ഓല് പറയണത് നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ അനുസരിക്കണമല്ലോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് മെഷീൻ വരുന്നിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഇടൂല. അല്ലെങ്കിൽ ഒരു ചുറ്റിക്കെട്ടും കെട്ടിയിട്ട് മെഷീൻ വരക്കും. ലൈറ്റ് ഇട്ടാൽ പിന്നെ നമുക്ക് കണ്ണ് കാണാനും കുഴപ്പമില്ല. ഒരു ജനലുണ്ട് ഇവിടെ, അതും തുറന്നു വെച്ചാൽ നമുക്ക് സുഖമായിട്ട് കണ്ണ് കാണാം. അപ്പോൾ ഇതും അടിക്കുകയും ചെയ്യാം. അങ്ങനെയൊക്കെ ഒരു വീഡിയോ ആയിട്ടാണ് ഇപ്പം ഇന്ന് ഇട്ടിക്കണത്. പിന്നെ നമുക്ക് കുറേ ഫ്രണ്ട്സുകൾ കിട്ടിയിട്ടുണ്ട് ലൈവ് കൂടെ ആയിട്ട്. കുറേ നല്ല നല്ല കാര്യങ്ങൾ. കാരണം ഞാൻ ഒരു ലൈവിലല്ല കേട്ടോ, ഒരു ആഴ്ചയോളം ലൈവ് കൂടെ നമ്മളെ നൂറാന്ന് പറഞ്ഞ സഹോദരിക്ക് വേണ്ടി ഒരു വീൽ ചെയറിന് വേണ്ടി പറഞ്ഞിരുന്നു. അപ്പോൾ അതിനു മുമ്പേ എനിക്ക് എൻ്റെ ലൈവിൽ കിട്ടണമെന്നൊന്നുമില്ല കേട്ടോ. എൻ്റെ ലൈവിലോ എൻ്റെ വീഡിയോ കൂടെ ഞാൻ പറഞ്ഞിട്ടത് കിട്ടണമെന്ന് എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നില്ല. കാരണം ആ സഹോദരിക്ക് അത് കിട്ടണം, അവളെ ഉപയോഗം നടക്കണം, അവൾക്ക് ആ സാധനം കിട്ടണം, അത്ര മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അല്ലാതെ എൻ്റെ ലൈവിൽ കൂടെ തന്നെ കിട്ടണം, അല്ല എൻ്റെ ചാനലിൽ കൂടെ ഞാൻ പറഞ്ഞിട്ട് കിട്ടണം ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. അള്ളാഹു അങ്ങനെ ഇനി വിചാരിച്ചിട്ട് ഞാൻ ചെയ്യണമില്ല. ഞാൻ വിചാരിക്കണം എന്താ വെച്ചെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം അവർക്ക് അത്രയും അത്യാവശ്യമുള്ള കാര്യമാണെങ്കിൽ അവർക്കത് കിട്ടണം. അത് ഞാൻ പറഞ്ഞിട്ട് ആരൊക്കെ അത് അറിഞ്ഞ് ആരൊക്കെ ചെയ്യണമെച്ചെങ്കിൽ ചെയ്യണവർ ചെയ്യട്ടെ. നമുക്ക് ഒന്നും കൂടുതലൊന്നും ചെയ്യാനും പറയാനും പറ്റില്ല. കാരണം എന്താ പറയാൻ പറ്റും, ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ പരിമിതമായ വരുമാനത്തിൽ ജീവിക്കണവർ നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് വിചാരിച്ചു, ലൈവ് കൂടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. എന്നാൽ ലൈവിലാണ് പറഞ്ഞാൽ ആരെങ്കിലും അത് ചെയ്യും എന്ന് വിചാരിച്ചു. അപ്പോഴത്തിന് പിന്നെ ആ ലൈവും ഇതൊക്കെ നെജി അതിൽ മുന്നിട്ട് ഇറങ്ങിയിരുന്നു. പിന്നെ എന്തോ കാരണം കൊണ്ടത് ഇല്ലാതെയായി. പിന്നെ ഏതായാലും ആ സഹോദരിക്ക് അത് കിട്ടിയിട്ടുണ്ട്. ഓളത് കിട്ടിയിട്ട് അതിലിരുന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട്. ലൈവിൽ വന്നവരോടത്തൊക്കെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സന്തോഷം, അങ്ങനെ ഒരു കാര്യം നടന്നതിൽ എനിക്ക് ഏറ്റവും സന്തോഷം. കാരണം എന്താ വെച്ചാൽ വല്ലാത്തൊരു വിഷമം വരുന്നത് കേൾക്കുമ്പോൾ. അപ്പോൾ ഇപ്പോൾ അത് ഓരോ വീഡിയോ ഇടുന്നുണ്ട്. കാരണം വീൽ ചെയറിൽ ഇരുന്നിട്ട് സന്തോഷത്തോടെ ഓരോ വീഡിയോ ഇടുമ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം. അപ്പോൾ ഞാൻ ഇനിയും അതേമാതിരി തന്നെ കഷ്ടപ്പെടുന്ന ഒരു വീൽ ചെയറിന് വേണ്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കൂടുതൽ ഇങ്ങനെ മതി കേട്ടോ. കാരണം ഒരു വീൽ ചെയറിന്മേ ഇരുന്നിട്ട് എനിക്ക് അപ്പുറത്തൊക്കെ ഒന്ന് ഇഴഞ്ഞു നീങ്ങാൻ എന്ന് വേദനയോടെ നമ്മളോട് പറയുന്ന ആൾക്കാരടുത്ത് നമ്മളത് പറഞ്ഞ് നമ്മളെ ഇതിലത് കിട്ടുകയാണെങ്കിൽ ഞാനൊക്കെ അത് ഏറ്റവും സന്തോഷിക്കും. ഇനി നമ്മളതിൽ കിട്ടണമെന്നില്ല, ആരാണെങ്കിലും അവരെ ഒരു ഉപയോഗത്തിന് അത് കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ അള്ളാഹു അവർക്ക്
എത്രയും റഹ്മത്തും ബർക്കത്തും കിട്ടണേന്ന് ഞാൻ ദുആ ചെയ്യുള്ളൂ. കാരണം എന്താ വെച്ചെങ്കിൽ നമ്മളിപ്പോൾ 2 കാലും കണ്ണും കയ്യും എല്ലാം ഉണ്ടായിട്ട് നമ്മൾ എവിടെയെല്ലാം പോകണു എന്നിട്ട് തന്നെ നമുക്ക് മതിയാവണില്ല. അപ്പോൾ ഒരു കട്ടിലുമ്മ സ്ഥിരമായിട്ട് കിടക്കുക, അവിടെ നിന്ന് എണീച്ചിരിക്കാൻ പറ്റാതെയാവുക, എന്നിട്ട് ഒരു ബാത്റൂമിലേക്ക് പോകണമെങ്കിൽ ഒരു പരസഹായം, ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കണമെങ്കിൽ ഒരു പരസഹായം, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് വല്ലാത്ത സങ്കടം തോന്നും. അപ്പോൾ ആ വീൽ ചെയറിൽ ഇരുന്നിട്ട് സ്വന്തം കയറി ഇരുന്നിട്ട് അടുക്കളയിൽ പോയി മകനൊരു ഗ്ലാസ് ചായ വെച്ച് കൊടുത്തു, വെള്ളം എടുത്ത് കുടിച്ചു. ബാത്റൂമിലേക്ക് പോകാം എനിക്കിപ്പോൾ സ്വന്തം, കാരണം അതിൽ ഇരുന്നിട്ട് പോയി ബാത്റൂമിൻ്റെ ഡോറുമേ കട്ടിലയുടെ സൈഡിൽ എവിടെയെങ്കിലും പിടിച്ചിട്ട് ചിലപ്പോൾ ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക് പോകണ്ടാവും, അല്ലാതെ നടന്നു പോകാൻ കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ ആയി. അത് കാരണം എന്ന് പറയുമ്പോൾ നല്ല സന്തോഷം തോന്നുന്നുണ്ട് എനിക്ക്. ഇനിയും ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടെയും ഞാൻ എൻ്റെ ലൈവിൽ കൂടെയും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു വീൽ ചെയറിന് വേണ്ടിയിട്ടൊക്കെ പറയുകയാണെങ്കിൽ ഞാനത് പറയാൻ തയ്യാറട്ടോ. കാരണം ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, എൻ്റെ നാവും കൊണ്ട് ഞാൻ പറയുന്ന വാക്കുകൾ ഒരാൾക്കും ഉപദ്രവമാകരുത്. അത് ഉപകാരമാകുകയാണെങ്കിൽ എനിക്ക് അതാണ് നല്ലത്. കാരണം ഒരാൾക്കെങ്കിലും ഇപ്പം അങ്ങനെ ഞാൻ എൻ്റെ നാവ് കൊണ്ട് പറഞ്ഞിട്ട് ഒരാൾക്കെങ്കിലും അതിൽ ഒരു പ്രയോജനം ഉണ്ടായതിൽ അള്ളാഹുവിനെ ഞാൻ ഒരുപാട് സ്തുതിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട്, പറയുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എന്നാലും ഒന്നൊന്നും നടന്നിരുന്നില്ല. പക്ഷെ ഞാനത് പറഞ്ഞു, അത് നടക്കുകയും ചെയ്തു. അതുകൊണ്ട് എനിക്കൊരു അഹങ്കാരമൊന്നുമില്ല എനിക്ക് കേട്ടോ. കാരണം അങ്ങനെ ഞാൻ പറഞ്ഞതുകൊണ്ട് അങ്ങനെ നടന്നു എന്നുള്ളൊരു അഹങ്കാരമില്ല. കാരണം ഞാൻ പറഞ്ഞിട്ട് തന്നെ അത് നടക്കണമെന്ന് എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നില്ല. ആരെങ്കിലും അതൊന്ന് കൊടുത്തിരുന്നെങ്കിൽ, ഈ ഒരു നമ്മളെ ലൈവും വീഡിയോ ഒക്കെ കണ്ടിട്ട് ആരെങ്കിലും അതൊന്ന് കൊടുത്തിരുന്നെങ്കിൽ സന്തോഷമാകുമായിരുന്നു, അവൾക്കൊരു സമാധാനമായിരുന്നു എന്ന് പറഞ്ഞാൽ അതങ്ങനെ ആരെങ്കിലുമൊക്കെ കൊടുത്തു, അവൾക്ക് കിട്ടി. അതുകൊണ്ട് സന്തോഷം, എനിക്കും സന്തോഷം. അത് കൊടുത്ത ആൾക്കാർക്കും അത് മറ്റേ ഈ പറയുന്ന മാതിരി അതിൻ്റെ ഒരു ഗ്രൂപ്പിലാണ് കൊടുത്തിരിക്കുന്നത്, സ്വന്തമായിട്ട് ആരും കൊടുത്തിരിക്കുകയല്ല, ഒരു ചാരിറ്റി ഗ്രൂപ്പ്. അതേതാണെന്ന് എനിക്കറിയില്ല. അത് ഷാഹിന എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ മകനാണ് അതിൻ്റെ ഏർപ്പാട് ചെയ്തിരിക്കുന്നതും കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്നതും ഒക്കെ. ഏതായാലും അള്ളാഹു അവർക്കും അവരുടെ ഗ്രൂപ്പിനും അത് കൊടുക്കാൻ മനസ്സ് കാട്ടിയ ഷാഹിനാക്കും എല്ലാവർക്കും ഈമാനും മാഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. കാരണം ഇനി ഇതേമാതിരിയുള്ള സഹോദരിമാരും സഹോദരന്മാരും കിടക്കണവർക്ക് വീൽ ചെയറോ മറ്റുള്ള സഹായങ്ങളോ എത്തിക്കാൻ വേണ്ടി അള്ളാഹു അവർക്ക് നല്ല മനസ്സും അതിനുള്ള സന്മനസ്സും ആഗ്രഹങ്ങളും ഈമാനും മാഫിയത്തും എല്ലാം നൽകട്ടെ. എന്തൊക്കെ പറയണമെന്ന് തന്നെ എനിക്കറിയില്ല. കാരണം അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതാണ്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു വയ്യാത്ത ആൾക്കാർക്കൊക്കെ അങ്ങനെ കിട്ടുകയെന്ന് പറഞ്ഞാൽ ഒരു സന്തോഷമാണ് നമുക്കൊക്കെ. എനിക്കതൊരു സന്തോഷം കേട്ടോ. പക്ഷേ എൻ്റെ ഇതിൽ തന്നെ കിട്ടണമെന്ന് എനിക്കുണ്ടാകുന്നില്ല. അവൾക്ക് ആര് കൊടുത്താലും അവളെ ഉപയോഗം നടക്കണം എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിരുന്നുള്ളൂ. അപ്പോൾ അത് കിട്ടി, പറഞ്ഞു, കിട്ടി, സന്തോഷം. കൊടുത്ത ചാരിറ്റിക്കും അത് പറഞ്ഞ ഉമ്മാക്കും അതിനുവേണ്ടി പ്രവർത്തിച്ച മകനും മറ്റെല്ലാവർക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം എന്നും ഉണ്ടാവട്ടെ. എൻ്റെ വീഡിയോ കാണുന്നവർക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും അതേമാതിരി തന്നെ എല്ലാവർക്കും നല്ലത് മാത്രം അള്ളാഹു വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഞാൻ കുറച്ച് ജോലിയിലാണ്, അതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു 2 വീഡിയോ ചെയ്യണമെന്ന് കണ്ടൻറ്റിൻ്റെ അടുത്തുണ്ട്. എൻ്റെ കണ്ടൻറ്റ് തന്നെയാണ്. അപ്പോൾ അത് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഇൻഷാ അള്ളാ ഞാൻ ചെയ്യും, വേറെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ. ഇപ്പോൾ ഞാൻ വീഡിയോ നിർത്തുകയാണ്. ഞാൻ ഈ ഒരു വിഷയം പറയാനും എൻ്റെ ജോലി തിരക്കിനെ കുറിച്ച് നിങ്ങളെന്ന് കാണിച്ചു തരാനും വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. അപ്പോൾ എനിക്ക് കുറേ പണിയിട്ട് ഞാൻ ഇതൊന്ന് എടുക്കട്ടെ കേട്ടോ, എന്നാലും എനിക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ നിങ്ങൾക്ക്. ഇത് ഞാൻ തയ്ച്ചുകൊണ്ടിരിക്കുന്ന ബ്ലൗസാണ് ഇപ്പോൾ. ഇത് കണ്ടോ, ഇത് ഞാൻ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പിന്നെ ഇതാ ഇവിടെ വെട്ടിക്കൊടുന്ന് വെച്ചിരിക്കുന്നു. ഇത് കണ്ടോ, ഇത് വെട്ടിക്കൊടുന്ന് വെച്ചൊരു ബ്ലൗസാണ്. പിന്നെ 2 എണ്ണം ഞാൻ തയ്ച്ച് വെച്ച് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇനി കൂടുതലൊന്നും പറയുന്നില്ല. എൻ്റെ ജോലികളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ നിൽക്കാത്തത്. കാരണം യൂട്യൂബിൽ എന്നും വീഡിയോ ഇടണമെന്ന് പറയും. പക്ഷേ ഇതിങ്ങനെയുള്ള സമയത്ത് നമുക്കത് ഫുള്ളായിട്ട് ഇരുന്ന് ചെയ്യാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഇത് നോക്കിയില്ലെങ്കിൽ നമ്മളെ ജീവിത മാർഗ്ഗമല്ലേ ഇത്. അപ്പോൾ ഇതും നടക്കണം, അതും നടക്കണം, അങ്ങനെയുള്ളൊരിതാണ്. ഇവിടെ ഒരു ജനലുണ്ട് കണ്ടോ, ഈ ജനൽ തുറന്നു വെച്ചാൽ ഇവിടെ വാതിലുണ്ട്. ഇതും തുറന്നു വെക്കുക. പിന്നെ എന്നിട്ടും ഞാൻ ലൈറ്റ് ഇടും കണ്ടോ, ലൈറ്റ് ഇടും, എന്നാലാണ് നല്ല വെളിച്ചതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതും വരുന്നതിനും. അപ്പോൾ ശരി, എന്നാൽ എല്ലാവർക്കും നല്ലത് മാത്രം
വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അസ്സലാമലൈക്കും. വീണ്ടും കാണാം. ലൈവ് ഉണ്ടാകും കേട്ടോ, ഉച്ച കഴിഞ്ഞിട്ടോ ചിലപ്പോൾ കുറച്ച് 11 മണിയാകുമ്പോഴത്തേന് തന്നെ ചിലപ്പോൾ ഞാൻ ലൈവ് ഇടാൻ സാധ്യതയുണ്ട്. കാരണം മെഷീൻ വരുന്നത് തുന്നല്ലേ, അപ്പോൾ ആരെങ്കിലുമൊക്കെ വന്നാൽ വെറുതെ വർത്താനം പറച്ചിലാവും. ഇതാവും. ശരി കേട്ടോ.